നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ വേണം, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു നാരങ്ങ. പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 4-5 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ മസാലയെല്ലാം ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും, അത് ശ്രദ്ധിച്ചോണം. ഇത് ചൂടായിട്ടുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പൊടിച്ച്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഫ്രൈ തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ മാറി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പും മഞ്ഞളും നാരങ്ങയും ചേർത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴുകിയെടുത്തതാണ്. അതാണ് ഈ ചിക്കൻ ഈ കളർ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം. ഇതൊരു ക്രീം കളർ, ഒരു വൈറ്റ് കളറിലേക്ക് വരും. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് അതുവരെ ഒരു 3-4 മിനിറ്റ് എടുക്കും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസെല്ലാം ഈ ചിക്കൻ ഇടയിലോട്ടൊക്കെ ഒന്ന് കയറി ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും അതിന്. ചിക്കൻ ആവശ്യത്തിന് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലയുടെ ആ പൊടി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചിക്കനിൽ നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ, നല്ല ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ നാരങ്ങ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിയിട്ട് ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ നല്ല കോട്ടായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യമില്ല. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുമില്ല. അതാണ് ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത. ഇതിൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ മസാല വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.